എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടല്ലോ നല്ല ചന്ദ്രക്കാരൻ മാങ്ങ വെച്ചിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 12 മാങ്ങേനെ തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളവും ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, മാങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, എരിവുള്ളതല്ല, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം, ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കില്ല. മൺകലത്തിൽ ഞാൻ സാധാരണ വയ്ക്കാറുണ്ട്, പക്ഷേ മൺകലത്തിൽ ശരിക്കും പെട്ടെന്ന് അടുക്കി പിടിക്കും. പിന്നെ അതിൻ്റെ ചാറ് അങ്ങോട്ട് കുറുകി പോകും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ചാറോടുകൂടി വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കുകയെ, കാരണം എനിക്ക് അതിൻ്റെ അതൊക്കെ കുറച്ചിങ്ങനെ ഒരു ഗ്രേവി പോലെ മാമ്പഴം അതിനകത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇളക്കും നന്നായിട്ടിട്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പിടി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പ് നാളികേരം. ഇത്തിരി ചാറ് വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം കുറച്ച് കൂടുതൽ, ഒരുപാട് ചേർക്കണ്ട. ഞാനൊരു 3/4 കപ്പ് നാളികേരം എടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, പിന്നെ നല്ല എരിവുള്ള പച്ചമുളക്. അപ്പോൾ ഇതിൽ ഞാനിനി വേറെ എരിവിന് വേണ്ടിയിട്ടൊന്നും ചേർക്കണില്ല. ഈ ഒരു പച്ചമുളക് മാത്രമേ അരച്ച് ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് കുറച്ച് തൈര് ചേർത്തിട്ട് അരച്ചെടുക്കുക. തൈര് ചേർത്ത് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു വരും. ഇതിനെ നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. ഒക്കെ വെച്ച് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരുവിധം ഒഴിച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി മാങ്ങയെന്ന് ഇറങ്ങിയ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്തേക്കണ നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ തൈര് അടിച്ചെടുക്കാൻ പോവാം. അപ്പോൾ തൈര് നമ്മുടെ പുളി അനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കേ ചെയ്തോളൂ കേട്ടോ. ഒരു 1.25 കപ്പ് തൈര് ഉടച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു, മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചിട്ട്. എന്നിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. കാരണം എനിക്കിങ്ങനെ കട്ട പോലെ ഞാൻ രണ്ടും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്താ ഇതുപോലത്തെ പുളിശ്ശേരിയാണ്. കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി വെള്ളമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വേണ്ട, ഒന്നും കൂടി സെറ്റ് ആവട്ടോ അത്. പിന്നെ നമ്മളുണ്ടല്ലോ ഈ തൈരൊക്കെ ചേർക്കുന്ന കറികൾ എപ്പോഴും ഇന്നുണ്ടാക്കി നാളെ എടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ആ പുളിയൊക്കെ ശരിക്കും അതിനകത്തേക്ക് പിടിക്കണമെങ്കിൽ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പുളിശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടേസ്റ്റും ഉണ്ട്. പുളിയുണ്ട്, മധുരമുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകണം. കറക്റ്റായിട്ട് ഒരളവ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എടുക്കണ മാങ്ങയുടെ ഒരു മധുരവും പിന്നെ അതിന് പുളി ഉണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ചേർക്കുന്ന സാധനങ്ങളുടെ അളവ് വരിക. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി മാത്രമാണ് ഞാനത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരമൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ആ സമയത്ത് കുറച്ച് വറുത്ത നല്ല ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നെയ്യിൽ നല്ല ഉണക്കമുളക്, കടുക്, കറിവേപ്പില, ഉലുവ, ഇത്ര സാധനങ്ങൾ നെയ്യിൽ തന്നെ വറുത്ത് കിടക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഒന്ന് 4 സൈഡിൽ നിന്ന് ഒന്ന് തിള വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 സൈഡിൽ നിന്നൊക്കെ തിളവന്ന് ഞാനൊരു 1/4 ടീസ്പൂൺ, ഞാൻ 1 ടീസ്പൂൺ എന്നാണ് പറഞ്ഞത്, 1 ടീസ്പൂൺ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കഴിച്ചിട്ട് നമുക്ക് വായിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നല്ല വറുത്ത ഉലുവയുടെ പൊടിയാണ്. ശരിക്കും എല്ലാത്തിലേക്കും വറുത്ത ഉലുവയുടെ പൊടി ചേർക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് തിളച്ചു. ഇത് ഒരുപാട് തിളച്ച് മറയരുത്. ഈ പതം ഇങ്ങനെ പൊന്തി വരുമ്പോൾ തന്നെ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്തേക്ക് വറവിടാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നെയ്യിൽ തന്നെ വറവിടണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കേ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ മൺകലത്തിലാണ് വെക്കണതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്, ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. മൺകലത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കിയിട്ട് വെക്കണം, കാരണം അത് ഇരുന്ന് കുറുകൂട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അത്രയ്ക്ക് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.